ഹലോ ഓൾ വെൽക്കം ടു സ്പാർട്ടൻസ്. ഹിസ്റ്ററി ഓപ്ഷനിലെ ഭാഗമായിട്ട് വി ആർ ഹാവിംഗ് വൺ പെർട്ടിക്കുലർ ടെസ്റ്റ് സീരീസ് ആസ് യു ഗൈസ് നോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളും എല്ലാം ഇവിടെ ഉണ്ട്. 20 യൂണിറ്റ് ടെസ്റ്റും പിന്നെ 12 ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുൾ ടെസ്റ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ അത് എങ്ങനെ പഠിക്കണം? ക്ലാസ് റൂമിന് പുറമെ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു നോട്ട് മേക്കിംഗ് ഉണ്ടാക്കുന്ന നേരം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയാൻ വേണ്ടിയാണ് നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ സ്റ്റഡി നോട്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു കേസ് സ്റ്റഡി ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹൗ യു ഹാവ് ടു അപ്രോച്ച് ദിസ് ചാപ്റ്റർ 1 എൻലൈറ്റൻമെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അത് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നിങ്ങളുടെ കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ യൂണിറ്റ് 1 ഈ 4 ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ വെരി ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ഓഫ് ദിസ് ബുക്ക്. വേൾഡ് ഹിസ്റ്ററി പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകും, പക്ഷെ കുറച്ചുകൂടെ കൺവീനിയൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഇതിന്റെ സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ നാല് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളത്. അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതില് ഇനി എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ടേം എന്താണ്? എൻലൈറ്റൻമെന്റ്. അപ്പൊ അതിന്റെ ഒരു പീരിയഡ് ഇവിടെ ഉണ്ട്. വൈ വി ആർ ലേണിംഗ് ദ പീരിയഡ്? പീരിയഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അതൊരു എഡ്ജ് പോയിന്റ് ആണ്. ഇനി എവിടെയാണ്? യൂറോപ്പിലാണ്. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് ഈ 3 ടേമും: റീസൺ, ഇൻഡിവിജ്വലിസം, സെക്യുലറിസം. അപ്പൊ ഇങ്ങനത്തെ കീ വേർഡ്സുകൾ നിങ്ങൾ നോക്കി വെക്കണം. അല്ലെങ്കിൽ യു ക്യാൻ സേ ദിസ് ഏജ് ഓഫ് റീസൺ ആണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കീ വേർഡുകൾ നിങ്ങളുടെ ആൻസറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. റിമെമ്പർ ദാറ്റ് ഗൈസ്, നിങ്ങൾ പഠിക്കുന്നത് വെറുതെ പാണ്ഡിത്യം കൂട്ടാൻ മാത്രം ആകരുത്, മറിച്ച് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വാക്കുകൾ: റാഷണൽ എൻക്വയറി, എംപിരിക്കൽ എവിഡൻസ്, സയന്റിഫിക് മെത്തേഡ്, അത് എംപിരിക്കൽ എവിഡൻസ്, ബോത്ത് ആർ സെയിം. അപ്പൊ ആ രീതിയിൽ ടേംസുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ടേംസ് ആണ് നിങ്ങളെ ഈ ടോപ്പിക്കുമായിട്ട് അലൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസിഷൻ പറയുന്നത്, അതായത് 18ാം നൂറ്റാണ്ടിന്റെ മുമ്പ് എന്തായിരുന്നു, അതിൽ നിന്നും ഏജ് ഓഫ് റീസണിലോട്ട് മാറുന്ന സാഹചര്യം. അപ്പൊ ഡീക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പൊ ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന് മുമ്പുള്ള റിനൈസ എന്ന് പറയുന്ന ഒരു പീരീഡ്. കാരണം റിനൈസ പീരീഡിൽ ഹ്യൂമനിസം, മനുഷ്യന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നൽകുകയും അതിലൂടെ ഇൻഡിവിജ്വലിസത്തിന്റെ ആശയങ്ങൾ വരികയും ജോഗ്രഫിക്കൽ ഡിസ്കവറിയും സയന്റിഫിക് എൻക്വയറിയും വരികയും ചെയ്തു. അതാണ് ഇവഞ്ച്വലി എന്ത് ചെയ്യുന്നത്? എൻലൈറ്റൻമെന്റിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ റിഫോർമേറ്റീവ് പീരിയഡ്, കുറച്ച് ചർച്ചയിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ദെൻ സ്വാഭാവികമായിട്ടും സയന്റിഫിക് റവല്യൂഷൻ വരുന്നുണ്ട്. കാരണം സയന്റിഫിക് റവല്യൂഷനിലൂടെ മാത്രമാണ് ഒരു ഏജ് ഓഫ് റീസൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ, ആസ് ഐ മെൻഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു മെർക്കന്റിലിസം എന്ന് പറയുന്ന ഒരു എക്കണോമിക് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? പിൽക്കാലഘട്ടത്തിൽ ക്യാപിറ്റലിസത്തോട് എത്തിച്ചേരുകയും ചെയ്തു. അത് നമ്മുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളോട് കൊടുക്കുന്നതിന് പുറമെ ആയിട്ട് എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് നോക്കിക്കേ. നമുക്കൊരു മിഡിൽ ഏജസ് ഉണ്ട്. അതിൽ നിന്നും 15ാം നൂറ്റാണ്ടിൽ റിനേസൻസ് വരുന്നു, 16ാം നൂറ്റാണ്ടിൽ റിഫോർമേഷൻ, 16ാം നൂറ്റാണ്ടിന് ശേഷം സയന്റിഫിക് റവല്യൂഷൻ. അതിലൂടെയാണ് എൻലൈറ്റ്മെന്റ് എത്തുന്നത്. ഇതാണ് നിങ്ങളുടെ ക്രക്സ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ മുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ട്രഡീഷണൽ അതോറിറ്റിയിൽ നിന്നും സയന്റിഫിക് ആയിട്ടുള്ള മോഡേൺ അതോറിറ്റിയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ. അങ്ങനെ ഒരു മോഡേൺ വേൾഡ് പിറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ രീതിയിൽ അതിന്റെ ഇമ്പാക്ട് ആണ് അടുത്ത് പറയുന്നത്. ഡിഫറെന്റ് ഡെമോക്രസി വന്നു, മോഡേൺ സയൻസ് വന്നു, ക്യാപിറ്റലിസം വന്നു, സെക്യുലറിസം വന്നു. സോ ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ ഇതിന്റെ ഇമ്പാക്ട് ആണ്. മുമ്പ് പറഞ്ഞിരിക്കുന്നതോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഒരു ടോപ്പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു, ഇമ്പാക്ട് പഠിച്ചു. ഇമ്പാക്റ്റിൽ തന്നെ നിങ്ങൾക്ക് റെവല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ റെവല്യൂഷൻസിലൂടെ പുതിയ റിപ്പബ്ലിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് നേഷൻസ് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിസ്റ്റോറിയൻസിനെ മെൻഷൻ ചെയ്യുന്നതിന് നന്നാവും. എല്ലാത്തിനും ഒരുപാട് പഠിക്കേണ്ടാവും. എല്ലാത്തിനൊന്നും ഓരോന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എൻലൈറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ എന്തായാലും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും എൻലൈറ്റ്മെന്റ് ആസ് എ മോഡേൺ പാഗനിസം എന്നുള്ളൊരു അപ്രോച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. പക്ഷെ എഴുതുമ്പോൾ വെറുതെ എഴുതി വെക്കരുത്. അത് നിങ്ങളുടെ സബ്സ്റ്റാൻഷിയേറ്റിംഗ് പോയിന്റ് ആയിരിക്കണം കേട്ടോ. ഇനി ഏജ് ഓഫ് എൻലൈറ്റ്മെന്റിനെ എങ്ങനെയാണ് എൻലൈറ്റഡ് ആക്കിയിരിക്കുന്നത് ഒരു തീമാണത്. ഈ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തീമാണ് എന്നിരിക്കുന്നത്. അപ്പൊ അതിലൊന്ന് പറയുന്നത് ട്രയംഫ് ഓഫ് റീസൺ ഓവർ ട്രഡീഷൻ. അപ്പൊ ട്രഡീഷനിൽ നിന്നും കുറച്ചുകൂടെ റീസൺ ഇമ്പോർട്ടൻസ് നൽകി. അപ്പൊ ബ്ലൈൻഡ് ഫെയ്ത്തിനേക്കാൾ അപ്പുറത്തോട്ട് കുറച്ചുകൂടെ റാഷണലിസത്തിന് ഇമ്പോർട്ടൻസ് വന്നു. അപ്പൊ ഒരു കീവേഡ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, അപ്പൊ കീവേഡിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. ഓക്കെ, ദെൻ സയന്റിഫിക് അപ്രോച്ച് ടു നോളജ്. സയന്റിഫിക് മെത്തേഡിൽ പറയുന്ന കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്. പിന്നെ ബിലീഫ് ഇൻ ഹ്യൂമൻ പ്രോഗ്രസ്, അതിന്റെ ഭാഗമായിട്ട് പെർഫെക്റ്റിബിലിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മനുഷ്യൻ കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അക്യുറസിയിൽ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം. ദാൻ ദ ബ്ലൈൻഡ് ആക്സെപ്റ്റൻസ് ഓർ സംതിങ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ നാച്ചുറൽ റൈറ്റ്സ്,
ദെൻ സെക്യുലറിസം ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ ഫിലോസഫി ആൻഡ് ഗവർണൻസ്. ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ എൻലൈറ്റൻഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ എലമെന്റ്സ് വരുന്നുള്ളത് തന്നെയാണ് ഈ പോയിന്റുകളാക്കിയിട്ട് ഇവിടെ ഒരു 8 പോയിന്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 8 പോയിന്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഡെസ്പോട്ടിക് റൂളേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എൻലൈറ്റൻഡ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കി വെക്കുക. എൻലൈറ്റഡ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്നതാണ് എൻലൈറ്റഡ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. അതായത് 18-19 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചില രാജാക്കന്മാർ അവർ എൻലൈറ്റൻമെന്റിന്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവര് പവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ എന്ത് ചെയ്തു, കുറച്ചുകൂടെ മൊണാർക്കിയിൽ കുറച്ചുകൂടെ ഒരു ഗവർണൻസ് വരും. അപ്പൊ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ 1-2 ആൾക്കാർ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതിനുള്ള കുറച്ച് രാജാക്കന്മാരുടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രഷ്യയിലാരായിരുന്നു, റഷ്യയിലാരായിരുന്നു, ഓസ്ട്രേലിയ ഒരു 2-3 ആൾക്കാരുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് വരുന്നത് നന്നാകും. ഓക്കെ, അപ്പൊ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് പറയുന്നുണ്ട്, ലിമിറ്റേഷൻ പറയുന്നുണ്ട്, ഫൈനലി ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചും പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ശേഷം നിങ്ങൾക്ക് ഇവിടെ അതിന്റെ PYQs കൊടുത്തിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾ PYQs വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ദ എൻലൈറ്റ്മെന്റ് റെപ്രസെന്റഡ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ടു മോഡേണിറ്റി, ഓൾട്ടർനേറ്റീവ് ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട്, ഓഫ് കോൺഷ്യൻസ് ആൻഡ് സെൻസിബിലിറ്റി. അപ്പൊ അതിന്റെ ഒരു എൻലൈറ്റ്മെന്റിന്റെ ഒരു എഫക്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. Despotic rulers of Europe were influenced by the philosophy of enlightenment and began to follow benevolent policy towards their subject. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, എൻലൈറ്റൻഡ് ഡിസ്കോഴ്സിന് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ഓഫ് എൻലൈറ്റ്മെന്റ് വേർ ഇൻ സം വേസ് കണ്ടിന്യൂഷൻ ഓഫ് ഡിസ്കറേജ് തിയറീസ് ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ. അപ്പൊ സയന്റിഫിക് റെവല്യൂഷൻ എങ്ങനെയാണ് മാറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് റീസൺസ്. ആൻഡ് വാട്ട് വാസ് എൻലൈറ്റൻഡ് അബൌട്ട് ദ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ്. അപ്പൊ എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ആ ടോപ്പിക്കും തീമും റെലവൻസും മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ. ബുക്ക് വായിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഓൾറെഡി ഫുൾ കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ വീഡിയോ ക്ലാസ്സസ് ആക്സസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്താണ്, അവർ ചെയ്യേണ്ടത് ആദ്യം വീഡിയോ ക്ലാസ്സസും നിർബന്ധമായിട്ടും കാണുക. കാരണം ഡിസ്കഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കത്തും. എന്നിട്ട് നിങ്ങൾ ഇത് വായിക്കുക എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, അതിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. എക്സാമിൻ ദ റോൾ ഓഫ് ദ എൻലൈറ്റൻമെന്റ് ഇൻ ഷേപ്പിംഗ് ദ ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ യൂറോപ്പ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്കസ് ദ ഇന്റലക്ച്വൽ ഒറിജിൻസ് ഓഫ് എൻലൈറ്റൻമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പൊളിറ്റിക്കൽ തോട്ട് ഇൻ യൂറോപ്പ്. ഹൗ ഫാർ ക്യാൻ ദ റിനൈസൻസ് ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മോഡേൺ ഐഡിയാസ്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. റിനൈസൻസ് ആസെറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, പക്ഷെ റിനൈസൻസ് കമ്പയർ ടു ദിസ് എൻലൈറ്റൻമെന്റ് എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഈ രീതിയിൽ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ജസ്റ്റ് ഫീൽ ഫ്രീ ടു കണക്ട് മീ ഇൻ ദ വാട്സ്ആപ്പ്. സോ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ.